ചില രചന നിറഞ്ഞവരെ ഇന്നത്തെ സുവിശേഷം നമ്മൾ വായിച്ചു കേട്ടത് ഈശോ തന്റെ കൂടെയുള്ള ശിഷ്യന്മാരോട് തന്നെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ ചോദിക്കുന്നതാണ്, തന്നെ കുറിച്ചുള്ള ശരിയായിട്ടുള്ള വിവരങ്ങൾ ചോദിച്ചറിയുന്നതാണ് നമ്മൾ കേട്ടത്. ഈ സുവിശേഷ ഭാഗത്തിൽ ഈശോ ശിഷ്യന്മാരോട് ചോദിക്കുകയാണ്, ഞാൻ ആരെന്നാണ് മറ്റുള്ളവർ പറയുന്നത്, അല്ലെ ജനങ്ങൾ പുറമെയുള്ള ജനങ്ങൾ എന്നെ കുറിച്ച് എന്താണ് പറയുന്നത്. ജനങ്ങൾ പറയുന്ന അഭിപ്രായം കേട്ടതിന് ശേഷം ഈശോ ഈ കൂടെ ഉണ്ടായിരുന്ന ശിഷ്യന്മാരോട് ചോദിക്കുകയാണ്, ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത്. അപ്പൊ കൃത്യമായിട്ട് പത്രോസിനെ അതിനുള്ള ഉത്തരം പറയുന്നു, ശരിയായിട്ടുള്ള ഉത്തരം പറയുന്നു. പത്രോസിനെ പുകഴ്ത്തിക്കൊണ്ട് യേശു ചില വാക്കുകളൊക്കെ പറയുന്നു, സ്വർഗസ്ഥനായ പിതാവാണ് എനിക്കത് വെളിപ്പെടുത്തി തന്നതെന്നൊക്കെ പറയുന്നു. പിന്നീട് പത്രോസ് ആകുന്ന പാറയിന്മേൽ സഭയെ ഞാൻ സ്ഥാപിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഈശോ മനോഹരമായിട്ടുള്ള വചനങ്ങൾ പറയുകയാണ്. ഇന്നത്തെ സുവിശേഷത്തിലെ ഈശോയുടെ ഒരു മൈൻഡ് സെറ്റിലേക്ക് നമ്മുടെ മനസ്സൊന്ന് കൊണ്ടുവന്നാൽ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയേ, കൂടെയുള്ള ആളുകൾ നമ്മൾ മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു കാര്യമാണ്. നമ്മളൊരു കുടുംബമായിട്ട് ജീവിക്കുമ്പോൾ, നമ്മളൊരു കൂട്ടായ്മയായിട്ട് ജീവിക്കുമ്പോൾ, നമ്മളൊരു സമൂഹമായിട്ട് ജീവിക്കുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ചു, നമ്മുടെ കൂടെയുള്ള ആളുകൾ, നമ്മൾ എന്നും നമ്മളോട് ചേർത്ത് നിർത്തുന്ന ആളുകൾ നമ്മളെ ശരിയായിട്ട് മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ്. എൻ്റെ ജീവിത പങ്കാളി, എൻ്റെ മക്കള്, എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവര്, എൻ്റെ കൂടെ ശുശ്രൂഷ ചെയ്യുന്നവര് എന്നെ ശരിയായ വിധം മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ ഇത് വലിയ ഭാഗ്യമാണ്. ഇത് സുവിശേഷത്തിലെ ഈശോയ്ക്ക് ലഭിക്കുന്ന ഭാഗ്യവും ഇത് തന്നെയാണ്. ഞാൻ ആരെന്നാണ് പറയുന്നത് കൃത്യമായിട്ടുള്ള ഉത്തരം പത്രോസിനെ കൊടുക്കുകയാണ്. ഈശോയ്ക്ക് വളരെ സന്തോഷമായിട്ട് ഇന്നത്തെ സുവിശേഷ ഭാഗം വായിച്ചു കഴിയുമ്പോൾ നമ്മുടെ ചുറ്റുമുള്ളവരെ ശരിയായ വിധം മനസ്സിലാക്കാനായിട്ട് നമുക്കും ഒന്ന് പരിശ്രമിക്കാം. മറ്റുള്ളവരുടെ ചില ബലഹീനതകൾ മനസ്സിലാക്കാനും മറ്റുള്ളവരുടെ ചെറിയ ചെറിയ പോരായ്മകൾ മനസ്സിലാക്കി അത് പരിഹരിക്കാനായിട്ട് അവരെ സഹായിക്കാനും അങ്ങനെ നല്ല രീതിയിലുള്ള സ്നേഹബന്ധം വളർത്തിയെടുക്കുന്നു. അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് കൂടെയുള്ള, എന്നും എപ്പോഴും എൻ്റെ കൂടെയുള്ള ദൈവസാന്നിധ്യം ശരിയായിട്ടുള്ള രീതിയിൽ മനസ്സിലാക്കാനുള്ള ഒരു നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം എല്ലാവരെയും സമൃദ്ധമായിട്ട്